ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെറുപയർ കറിയും ദോശയാണ് കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെറുപയർ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വലിയുള്ളിയും ചെറിയ തക്കാളിയും ഒരു 4 പച്ചമുളകും, പിന്നെ പൊടികളായിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് ചെറുപയർ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ചെറുപയർ നല്ലോണം വേവണം കേട്ടോ, എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ചെറുപയറൊക്കെ നല്ലോണം വെന്തിക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങയാണ് അരച്ചൊഴിച്ച് കൊടുക്കുന്നത്. തേങ്ങയിൽ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ട് തേങ്ങ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കറി തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ കടുകും കരിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് വറവിടും കൂടി ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണ് കേട്ടോ. ഞാൻ ദോശയിൽക്കും പുട്ടിൽക്കുമാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കൽ, നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീപ്പായിട്ട് കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ലഞ്ച് ഉണ്ടാക്കലും കഴിഞ്ഞിരിക്കണ്. അപ്പോൾ വലിയ നാരങ്ങ ഉണ്ടല്ലോ, മാതോളി നാരങ്ങ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതൊന്ന് അച്ചാറിടുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ കടുകും ഉലുവയും പൊട്ടിച്ചെടുത്തതാണ്. അതിലേക്ക് ഇതാ 1 കപ്പ് വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ചധികം കാന്താരി മുളക് ഇട്ടെടുത്തിട്ട് അതും ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ അതും വഴറ്റി കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇന്നലെ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്ന മാതോളി നാരങ്ങയാണ് കേട്ടോ, അത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4 മിനിറ്റ് മൂടി വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളക്കുന്ന ടൈമിൽ വെളുത്തുള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഫില്ല് ചെയ്യാണ്ട്. അപ്പോൾ അത് രണ്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വെളുത്തുള്ളിൻ്റെ ഈ ഒരു കണ്ടെയ്നർ അടിപൊളിയാണ് കേട്ടോ. മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കാര്യങ്ങളൊന്നും കേടാവുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അങ്ങനെ ഇതാ ഒരു 4-5 മിനിറ്റ് ഈ ഒരു നാരങ്ങയും എല്ലാതും കൂടി നല്ലോണം തിളപ്പിച്ചെടുത്തിങ്ങനെ. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് സുർക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സുർക്ക വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് അതും മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെക്കുക. ഒരു 5 ദിവസത്തിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ ഒരു അച്ചാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇതാ ഇന്ന് ലഞ്ചിന് വാഴക്കുപ്പേരി, അതുപോലെ തന്നെ സ്രാവ് പൊരിച്ചതും സ്രാവ് തേങ്ങ അരച്ചിട്ട് കറി വെച്ചതുമാണ് കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഉച്ചക്കുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരമാണ്. വൈകുന്നേരം ഇന്ന് സ്നാക്കായിട്ട് ഫലാഫിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് വെള്ളക്കടല രാവിലെ കുതിർത്തി വെച്ചതായിരുന്നു. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിങ്ങനെ. ഒരു പിടി മല്ലിയിലയും ഒരു 4 പച്ചമുളകും 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു വലിയ ഉള്ളിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ് വേണം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കാരണം ഞാനൊരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇനി അതിൽക്കൊരു 3-4 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി നല്ല ചൂടായ ഓയിലിട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടി ചെയ്യാം. അപ്പോൾ ഇതാ ഫലാഫലും ഗ്രീൻ ചട്നിയാണ് കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഷവർമ്മ പോലെ റോളൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.